അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഊട്ടിയിൽ താമസിച്ച ഗ്രീൻ കാസ റിസോർട്ട്. അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് നമുക്ക് കുറേ ലോൺ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഗാർഡൻ ഉണ്ട്, ഊഞ്ഞാലുണ്ട്, ബെഞ്ചൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ കുഞ്ഞു കിളികളുണ്ട് കേട്ടോ. ഇവർ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് കേട്ടോ ഇവരുടെ ഒച്ച കേൾക്കാനായിട്ട്. പിന്നെ ഇതിന്റെ നടുക്കൂടെ ഒരു പാത്ത് വേ ഉണ്ട്. അപ്പൊ നമുക്ക് ഊഞ്ഞാലിരുന്ന് ആടിയാലോ? നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ആടാൻ. രാവിലെ തണുപ്പത്തൊക്കെ ആടാൻ നല്ല രസമാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലൊക്കെ ആടിയായിരുന്നു കേട്ടോ. നമ്മുടെ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ സുവീനിയർ ഷോപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഹാളാണുള്ളത്. ഇവിടെ ടേബിളുണ്ട്, കൗച്ചുണ്ട്, പിന്നെ നമുക്ക് ക്യാരംസ് കളിക്കാൻ വേണ്ടി ക്യാരംസ് ബോർഡും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇവിടെ ഫുഡ് കഴിച്ചത്. പിന്നെ ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഒരു തോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇത് ശരത്തമ്മാവിന്റെ റൂമാണ് കേട്ടോ. വെൽക്കം ടു അവർ റൂം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ കിടന്ന നമ്മുടെ റൂം. അപ്പൊ നമ്മൾ വരുമ്പോ തന്നെ ഇവിടെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കിടന്നത്. ഫാൻസ് ഉണ്ട്, അവിടെ കെറ്റിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കെറ്റിലിൽ ഉണ്ടാക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ TV ഉണ്ട് കേട്ടോ. നമുക്ക് TV ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാം. പിന്നെ കസേരയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റൂമിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി. അപ്പൊ നമുക്കിത് തുറന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിൽക്കാം. പിന്നെ ഇവിടെ ആയിട്ട് ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗ്രില്ലുണ്ട്, അതുപോലത്തെയൊക്കെയാണ്. പിന്നെ ഇവിടെ കുറെ പ്ലാന്റ്സ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി. പിന്നെ ഇവിടെ കൂടി അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതാണ് ഊഞ്ഞാൽ. നമ്മുടെ ഊഞ്ഞാലൊക്കെ ആടിയില്ലായിരുന്നു, ആ ഏരിയ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ നടന്നു പോയാൽ അവിടെ എത്താൻ പറ്റും. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. വലിയ ടോയ്ലറ്റ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ബ്രെഡ്, മുട്ട, ജാം, ചട്നിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചമ്മന്തിയും സാമ്പാറും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി അമേസിങ് സ്റ്റേ ആയിരുന്നു ഇവിടുത്തെ. രാവിലെ ജസ്റ്റ് ഊട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊട്ടഗിരിക്ക്. ഇപ്പൊ നമ്മളിനെ കൊട്ടഗിരി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് 335 കിലോമീറ്റർ ആണ് കേട്ടോ ടോട്ടലി എടുത്തത്. അപ്പൊ ഞങ്ങളുടെ റൂട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിലമ്പൂരിൽ നിന്നും കൂടല്ലൂരിൽ നിന്നും മൃഗങ്ങളെയൊക്കെ കണ്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വന്നു. വൺ സൈഡേ വണ്ടി വിടത്തുള്ളൂ. ഞങ്ങൾ മസനഗുഡി വഴി വന്നപ്പോൾ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഊട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനും പിന്നെ ബോട്ടിങ്ങും പിന്നെ ട്രെയിനിന്റെ അവിടെയാണ് കേട്ടോ പോകുന്നത്. ഊട്ടിയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഊട്ടി പൂ കണ്ടോ ഫ്രണ്ട്സ്? അങ്ങനെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എത്തിയേക്കുവാണേ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറാൻ പോവാണ്. അപ്പൊ കയറാനുള്ള ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡൻ അകത്ത് കയറാൻ വേണ്ടി ഫ്രണ്ട്സ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ അകത്താണ് കേട്ടോ. അപ്പൊ കുറച്ച് തിരക്കൊക്കെ ഉള്ളു, വലിയ തിരക്കൊന്നുമില്ല. നമ്മളിത് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വലിയ ലോൺ ഏരിയ ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുക്കാം, അതുപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ കുറെ പേരൊക്കെ ഇരിപ്പുണ്ട്. മുഴുവൻ അടിപൊളി പ്ലാന്റ്സും മരങ്ങളും ഒക്കെയാണ് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങളിതൊക്കെ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത സ്പോട്ടായിട്ടുള്ള ലേക്കിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഇത് കണ്ടോ, ഒരു സ്റ്റാറിന്റെ ആകൃതിയിൽ ഇവിടെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഇഷ്ടംമാതിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഊട്ടിപ്പൂവും ഒക്കെ ഉണ്ട് കേട്ടോ. ഊട്ടിപ്പൂ, ക്യാരറ്റ്സും വെജിറ്റബിൾസും ഒക്കെ കണ്ടോ. നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് കേട്ടോ ഇത്. വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒക്കെ വാങ്ങിച്ചു, പിന്നെ ചോളവും വാങ്ങിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ലേക്കിന്റെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ മഴ പെയ്തു. അപ്പൊ നമ്മളിത് ഒരു സ്ഥലത്ത് ഇവിടെ കയറി നിൽക്കുവാണ് കേട്ടോ, മഴ കൊള്ളാതിരിക്കാൻ. ഹോറർ ഹൗസ് പോവാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഹോറർ ഹൗസ്, മിറർ മീസ്, പിന്നെ ഫ്രീക്കി ജംഗിൾ ഉണ്ട്. എല്ലാം കൂടി ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും പോകാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഹൊറർ ഹൗസിൽ കയറാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കയറി നോക്കാൻ. ചേർത്ത് വരണം. ഇതിനകത്താണ് കേട്ടോ നമ്മൾ കയറുന്ന. ഭയങ്കര Remember, I warned you. Key Forest. നമുക്ക് ലേക്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതൊക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇടാവേ. ഫ്രണ്ട്സ്, നമ്മൾ മിനി ട്രെയിനിൽ കയറാൻ പോവാണ് കേട്ടോ. ഇതാണേ. അപ്പൊ ഞങ്ങൾ മിനി ട്രെയിനിലൊക്കെ കയറി കേട്ടോ. നല്ല രസമായിരുന്നേ. ഞങ്ങൾ നേരത്തെ 1-2 തവണ ഊട്ടി വന്നപ്പോഴും ഈ ട്രെയിനിൽ കയറിയായിരുന്നു. ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ 1-2 ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഗെയിം ഉണ്ട്, പിന്നെ അമ്പും വില്ലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ പ്രൈസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒന്നുകൂടെ ക്യാരറ്റ് വാങ്ങിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയേക്കുവാണേ. അപ്പൊ നമ്മളിനി കൊത്തഗിരിയിലോട്ട് പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. കൊത്തഗിരി ഊട്ടിയേക്കാളും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഊട്ടിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ആണ് കൊത്തഗിരിയിലോട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ കൊത്തഗിരി അടുക്കാറായിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ നിറച്ചും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ റോഡിന്റെ സൈഡിൽ ഒരു മതില് പോലെ ബുഷുകൾ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്നത്. ഇതിന്റെ അപ്പുറത്തെ തേയിലത്തോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, ഇങ്ങനെ ഈ വെട്ടി നിർത്തിയേക്കുന്നത്. നമ്മൾ കൊടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. അപ്പൊ നമുക്കിനി പോവാം. കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള വ്യൂ എല്ലാം വ്യക്തമായിട്ട് കാണാം. ഈ ടവറിന്റെ മുകളിലായിട്ട് ചെറിയ 1-2 ഷോപ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ വല്ലതൊക്കെ വാങ്ങിക്കാം.
ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ടവറിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഇല്ലിക്കക്കല്ലിലെ വ്യൂ പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പൊ ഇത് കൊടനാട് വ്യൂ പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഊട്ടിന്ന് കൊത്തഗിരി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കൊടനാട് വ്യൂ പോയിന്റ്. താഴെ ഒരു വാച്ച് ടവർ ഉണ്ട്, നമ്മൾ അത് കാണാൻ പോവാണേ. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് വീഡിയോയിൽ ക്ലിയർ ആവുന്നതുകൊണ്ട് അറിയത്തില്ല, കാരണം കോടയൊക്കെ ഉണ്ട്. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇത് അങ്ങ് അവിടെ ആയിട്ട് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും കൂടി ഉണ്ട് കേട്ടോ. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ നിന്ന വാച്ച് ടവർ. നമ്മള് കൊടനാട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നല്ല ക്യാബേജ് തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വിളവെടുപ്പിന് ആയിട്ടില്ല. ഇത് കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ ഊട്ടി കൊടനാടൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഓ ഫ്രണ്ട്സ്, നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഒരു വലിയ കാഴ്ച കണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു കാട്ടുപോത്ത് ആ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്ക് നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണേ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. ഇപ്പൊ ഇത് റോഡിലോട്ട് ഇറങ്ങും. ഇപ്പൊ നമ്മൾ ഒരെണ്ണത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി കുറെ എണ്ണം ഉണ്ടോന്ന് അറിയത്തില്ല. ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുവാണ് കേട്ടോ. ഭയങ്കര വലുതാണ് അത്. നമ്മൾ പോകുന്ന വഴിക്ക് വേറെ ഒരു കാട്ടുപോത്തിനെയും കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി സൈലന്റ് വാലിയിലോട്ടാണ് കേട്ടോ അടുത്ത പോകുന്നത്. അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും